ഹായ് ഫ്രണ്ട്സ്, HSST പരീക്ഷ സമാഗതമായിരിക്കുകയാണ്. മിക്കവാറും മെയ് അവസാനമോ ജൂൺ ആദ്യവാരത്തിലോ ഈ പരീക്ഷ നടക്കും. ഇത് വളരെ തന്ത്രപരമായ, വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പഠിച്ച് എഴുതേണ്ട ഒരു പരീക്ഷയാണ്. ഏറ്റവും ഉയർന്ന ഒരു അധ്യാപക തസ്തികയും കൂടിയാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ധാരാളമായി വർഷങ്ങളെ HSST പരീക്ഷയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രൊഫസ്കി ലേണിംഗ് ആപ്പ് ഒരു 100 ദിന പരിപാടി, അതായത് ഈ പരിപാടിയുടെ പേര് സ്ട്രാറ്റജിക് സക്സസ് പ്ലാൻ ഫോർ HSC ഇംഗ്ലീഷ് ആസ്പിറൻസ് 2026, എ 100-day പ്ലാൻ, ഒരു 100 ദിന പരിപാടി. അതായത് 100 ദിവസം കൊണ്ട് എൻ്റയർ സിലബസ്, അതായത് 30, 40, 30 ഇങ്ങനെയാണ്. അതായത് പാർട്ട് എയിൽ നിങ്ങൾക്ക് 30 മാർക്കിന്റെ ഏരിയാസ് ഉണ്ട്. റിസർച്ച് ആപ്റ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, പെഡഗോജി, അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, കറണ്ട് അഫയേഴ്സ് മുതലായ കേരള റിനൈസൻസ്, ഈ ഏരിയയിലുള്ള 30 മാർക്കിന്റെ ചോദ്യങ്ങൾ. പിന്നെ 1 മുതൽ 8 വരെയുള്ള ലിറ്ററേച്ചർ പാർട്ടിന് 40 ചോദ്യങ്ങൾ. പിന്നെ ബാക്കി ഭാഗങ്ങൾക്ക് 30 മാർക്കിന് ചോദ്യങ്ങൾ. ഇങ്ങനെ 100 മാർക്കിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന HSSTയുടെ ആസ്പിറൻസിന് വേണ്ടിയുള്ള ഒരു 100-day പ്രോഗ്രാമാണ്. ഇതിൽ റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും. അന്നന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾക്കനുസരിച്ച് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അത് PSCയുടെ പുതിയ രീതിയിലുള്ള MCQ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ അത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ചോദ്യങ്ങളുള്ള പരീക്ഷ. ഇങ്ങനെ 100 ദിവസം കൊണ്ട് എൻറ്റയർ സിലബസ് കവർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക് പ്ലാനാണ്, സക്സസ് പ്ലാനാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് നോക്കാം നിങ്ങൾ. അതായത് 1ാമത്തെ മാസം ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഏർലി ലിറ്ററേച്ചർ ആൻഡ് ജനറൽ ഫൗണ്ടേഷൻസ് ആണ്. അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഏർലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ടു മോഡേൺ പീരീഡ് വരെയുള്ള ഭാഗങ്ങളുണ്ട്. പിന്നെ ഇന്ത്യൻ റൈറ്റേഴ്സ് ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ അമേരിക്കൻ ലിറ്ററേച്ചർ ഉണ്ട്, ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട്, ക്രിറ്റിസിസം, ഇംഗ്ലീഷ് ക്രിറ്റിസിസം തിയറി ഉണ്ട്, കൾച്ചർ സ്റ്റഡീസ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്. ഇങ്ങനെ 14 മൊഡ്യൂൾസിന് ഞങ്ങൾ 100 ദിവസമായി ഡിവൈഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതിനനുസൃതമായി തന്നെ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സും ഉണ്ട്. നോക്കുക, 1ാം ദിവസം ഞങ്ങൾ കവർ ചെയ്യുന്നത് ജോൺ ഡണ്ണിന്റെ ബാറ്റർ മൈ ഹാർട്ടും കനൈസേഷനും ആയിരിക്കും. അന്ന് തന്നെ ടീച്ചിങ് നേച്ചർ ഓബ്ജക്റ്റീവ്സ് ലേണേഴ്സ് ക്യാരക്ടേഴ്സ്, ഈ മേഖലയും കൈകാര്യം. ഈ 2 പോയംസിലും അതിൻ്റെ നോട്ട്സ്, അതായത് അതിൻ്റെ ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സോടൊപ്പം തന്നെ അതിൻ്റെ എക്സാംസ് ഉണ്ടായിരിക്കും. 30 ചോദ്യങ്ങൾ അടക്കുന്ന ഒരു എക്സാം. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ 2 പാർട്ടും, അതായത് ജനറൽ പാർട്ടിലെയും ലിറ്ററേച്ചർ പാർട്ടിലെയും ഒരു ഏരിയ എന്ന് കവർ ചെയ്യും. സെക്കൻഡ് ഡേയിൽ മിൽട്ടന്റെ ലിസിഡാസും പാഡേസ്റ്റോസ് ബുക്ക് 9ഉം, ഇതാണ് സെക്കൻഡ് ഡേയിൽ. അന്ന് തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ കവർ ചെയ്യും. പിന്നെ തേർഡ് ഡേയിൽ നമ്മൾ ഷേക്സ്പിയർ, ട്വൽത്ത് നൈറ്റ്, ഹാംലെറ്റ്, പിന്നെ സോണറ്റ്സ് 18, 30 and 116, അത് കോൺസ്റ്റിറ്റ്യൂഷൻ സിഗ്നിഫിക്കൻസ്. ഫസ്റ്റ് ഡേയിൽ നമ്മൾ ടീച്ചിങ് നേച്ചർ ഓബ്ജക്റ്റീവ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഓഫ് ലേണേഴ്സ് ആണ് ചോദിക്കുന്നത്. സെക്കൻഡ് ഡേയിൽ ലേണേഴ്സ് ക്യാരക്ടേഴ്സ് ആണ്. 3ാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആണ്. 4th ഡേയിൽ ജോൺ ഡ്രൈഡൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് അന്ന് ഡിസ്കസ് ചെയ്യും. ജോൺ ഡ്രൈഡന്റെ മാക് ഫ്ലക്കനവും തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ എ കൺട്രി ചർച്ച് യാർഡ്, ആ ദിവസം തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സും. 5th ഡേയിൽ അലക്സാണ്ടർ പോപ്പിന്റെ റൈപ്പ് ഓഫ് ദ ലോക്ക്, ക്രിസ്റ്റഫർ മാർലോവിന്റെ ഡോക്ടർ ഫോസ്റ്റേഴ്സും, ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മിഷണറി ഓർഗനൈസേഷൻസ്, ഇത് 5ാമത്തെ ദിവസം. 6ാമത്തെ ദിവസം 6th ഡേയിൽ ഫ്രാൻസിസ് ബേക്കന്റെ എസ്സേസ് ഉണ്ട്, ഓഫ് സ്റ്റഡീസ്, ഓഫ് ട്രൂത്ത്, മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ്. അന്ന് തന്നെ SNB യോഗം, നായർ സർവീസ് സൊസൈറ്റി. ഈ ദിവസം ജോനാഥൻ സെറ്റിന്റെ ബാറ്റിൽ ഓഫ് ബുക്സും ഡിസ്കസ് ചെയ്യും. 7th ഡേ എന്ന് പറഞ്ഞാൽ റിവിഷൻ എക്സാംസ്.
ഒരാഴ്ചക്ക് പഠിപ്പിച്ച മുഴുവൻ ടോപ്പിക്സിൻ്റെയും റിവിഷൻ എക്സാം ആയിരിക്കും. ഓരോ ദിവസവും 60ഓളം ചോദ്യങ്ങളുള്ള, അതായത് മെയിൻ പേപ്പറിൽ, അതായത് ലിറ്ററേച്ചർ പേപ്പറിൽ 60 ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ജനറൽ പേപ്പറിൽ 60 ചോദ്യങ്ങളുള്ള എക്സാമിനേഷൻ. ലാസ്റ്റ് 7ാമത്തെ ദിവസം റിവിഷൻ എക്സാംസ് ആണ്. ഇതേ പരീക്ഷയിൽ നിങ്ങൾ പഠിച്ച പാഠഭാഗങ്ങൾ റിവൈസ് ചെയ്യുന്നു, ടോപ്പിക് വൈസ്. 8ാമത്തെ ദിവസം റോബർട്ട് ബേൺസ്, ബ്ലേക്ക്, ബിയോൾഫ്, അതാണ്. അന്ന് റിസർച്ച് ആൻഡ് മീനിങ് ഓഫ് ടൈപ്സ് ആൻഡ് ഡിഡക്റ്റീവ് പ്രിൻസിപ്പിൾസ്. 9ാം ദിവസം സർ പാട്രിക് സ്പെൻസ്, ഷെവി ചേസ്, ജെഫ്രി ചോസർ. അന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. 10th ഡേയിൽ മോഡൽ എക്സാം 1 ആണ്, 100 മാർക്സ്. റിവ്യൂ ഡേയ്സ് 1-9. 10ാമത്തെ ദിവസം 100 മാർക്കിന്റെ ഒരു മോഡൽ എക്സാം. ഇങ്ങനെ 100 ദിവസത്തെ പരിപാടിയാണിത്. 100 ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ 10 മോഡൽ എക്സാംസ് ചെയ്യും. അതായത് അതിൽ തന്നെ 3 പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു മാസം എന്ന് പറഞ്ഞാൽ 16 റിവിഷൻ എക്സാംസ് ചെയ്യും. 16 റിവിഷൻ എക്സാംസ് ഒരു മാസത്തിൽ 4-5 വരും. 16 റിവിഷൻ എക്സാംസ്, 100 മാർക്കിന്റെ 10 എക്സാംസ്. ഇത് ആണ് ഞങ്ങളുടെ സ്ട്രാറ്റജി. ഈ അടുത്ത് നോക്കണമെങ്കിൽ 11th ഡേയിൽ തോമസ് കിഡ് പഠിപ്പിക്കുന്നു. പിന്നെ 14ാം ദിവസം ടോപ്പിക് വൈസ് എക്സാം ആണ്, റിവിഷൻ. ഇത് എല്ലാ പേപ്പേഴ്സും കൃത്യമായി കവർ ചെയ്യുന്നു. ഓരോ ദിവസവും 15, 16 നോക്കണമെങ്കിൽ 20ാമത്തെ ദിവസം 20th ഡേയ്സിൽ മോഡൽ എക്സാംസ് ആണ്, 100 മാർക്സിന്റെ. റിവ്യൂ ഡേയ്സ് 11-19. അതായത് ജനറൽ പേപ്പറിൽ 30 മാർക്കാണ്. പല ആളുകൾക്കും മാർക്ക് പറയുന്ന ഒരു മേഖലയാണ് 30 മാർക്കിൻ്റെത്. കഴിഞ്ഞ HST പരീക്ഷ ഞങ്ങൾക്ക് അറിയാം. HST പരീക്ഷയ്ക്ക് ലിറ്ററേച്ചർ സൈഡ് ഭംഗിയായി ആൻസർ ചെയ്ത ആള് ഈ ജനറൽ പേപ്പറിന്റെ ഏരിയയിൽ കൈവച്ചിട്ട് ഒരുപാട് മാർക്ക് നഷ്ടപ്പെട്ടു പോയി, മൈനസ് ചെയ്തു. ഇനി ഈ പരീക്ഷയ്ക്ക് അത് ഉണ്ടാവാൻ പാടില്ല. ഇത് HST പരീക്ഷയാണ്, ഉയർന്ന പരീക്ഷയാണ്. ഇത് വളരെ വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ സമീപിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്വാളിഫൈ ചെയ്യാൻ കഴിയൂ. വേക്കൻസീസ് അധികമുണ്ട്. കേരള വൈസ് പരീക്ഷയാണ്. നിങ്ങൾക്കറിയാം, പുറത്ത് എഡിറ്റ് മേഖലയിൽ ഒരു HST ആവണമെങ്കിൽ എന്തുമാത്രം വില കൊടുക്കേണ്ടി വരും നിങ്ങൾക്കറിയാം. എത്രമാത്രം പണം കൊടുത്താൽ മാത്രമാണ് ഈ പോസ്റ്റ് കിട്ടുന്നത്. ഇത് ഞങ്ങൾ 100 ദിവസത്തെ കൊണ്ട് ഒരു സ്ട്രാറ്റജി പ്ലാനാണ്. ഈ പ്ലാനിലൂടെ നിങ്ങൾക്ക് വളരെ കൃത്യമായി സിലബസ് കവർ ചെയ്ത് തരും. പരീക്ഷകൾ ധാരാളം എഴുതും, നിങ്ങൾക്ക് പലതും അറിയാം. പക്ഷെ എന്താണ്, പ്രാക്ടീസിന്റെ പ്രശ്നമാണ്. പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ തന്നെ MA പരീക്ഷ നല്ല മാർക്കിൽ പാസ്സായ ആൾക്കാരാണ്. റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്, MEd ഉള്ള ആളുകളുണ്ട്, MPhil ഉള്ള ആളുകളുണ്ട്, സെറ്റ് നെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്ത ആളുകളാണ്, PhD ആളുകളുണ്ട്, വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കോമ്പറ്റീവ് എക്സാമിനേഷന് അതിൻ്റെതായ ചില സ്ട്രാറ്റജികളുണ്ട്. ആ സ്ട്രാറ്റജികൾ മുന്നിൽ കണ്ടുകൊണ്ട് പഠിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു പാറ്റേൺ ആണ് ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് 20 ദിവസം ആകുമ്പോൾ 2 പരീക്ഷ നിങ്ങൾ എഴുതും. അതിൽ MCQ ഉണ്ടാവും, മാക്സിമം സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് വളരെ ശാസ്ത്രീയമായി ഞങ്ങൾ റിസർച്ച് ടീം ഡിസൈൻ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. പരീക്ഷയ്ക്ക് വരുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യും. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ മാക് ഫ്ലക്കിനോ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റേപ്പ് ഓഫ് ദ ലോക്ക് പഠിക്കുകയാണെങ്കിൽ, അത് ധാരാളം ലൈൻസിൽ കവിതയാണെങ്കിൽ എല്ലാം പഠിപ്പിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യും. ഇപ്പോൾ കാൻഡർബറി ടേൽസ് മുഴുവൻ പഠിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ കാൻഡർബറി ടേൽസുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എക്സാമിനേഷൻ പാറ്റേൺ ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 100 ദിവസത്തെ പരിപാടിയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നു. അടുത്ത പരിപാടി നോക്കാം, നെക്സ്റ്റ് പ്രോഗ്രാം നോക്കാം. നിങ്ങൾ 24-30 ദിവസം മോഡൽ എക്സാം 3 ആണ്, 100 മാർക്സ്. അപ്പോൾ 21 മുതൽ 29 ദിവസം വരെയുള്ള ജനറൽ പാർട്ട് നമ്മളൊന്ന് കവർ ചെയ്യുന്നു. ഇതിൽ നമ്മൾ നോവൽസ്, നിങ്ങൾക്കറിയാം, ഓരോ പീരീഡിലും ഇപ്പോൾ ഏർലി 18th സെഞ്ചുറി ടു റൊമാൻറ്റിക്സ് വരെ നോവൽസ് ഉണ്ട്, പ്ലേസ് ഉണ്ട്, പോയംസ് ഉണ്ട്. അതുപോലെ അമേരിക്കൻ ലിറ്ററേച്ചറിൽ പ്ലേസ് ഉണ്ട്, പോയംസ് ഉണ്ട്, നോവൽസ് ഉണ്ട്. ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷിൽ പ്ലേസ് ഉണ്ട്, നോവൽസ് ഉണ്ട്, പോയംസ് ഉണ്ട്. അപ്പൊ ഈ മേഖലയൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ. ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവിടെ നോൺ ഡീറ്റെയിലും ഡീറ്റെയിൽ ടെക്സ്റ്റും ഒരേപോലെ നമ്മൾ ഡീൽ ചെയ്യണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ദാക്ഷിണ്യം ഉണ്ടാകുകയില്ല.
നോൺ ഡീറ്റെയിൽഡ് എങ്ങനെ ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി നിങ്ങൾ തയ്യാറാവണം. അപ്പോൾ അതുപോലെയാണ് പരീക്ഷ. 30 ദിവസം. അടുത്ത് നോക്കുക, നെക്സ്റ്റ് വൺ. അതായത് മന്ത് 2-ലാണെങ്കിൽ മോഡേണിസം, ഇന്നർ റൈറ്റിംഗ് ആൻഡ് അമേരിക്കൻ ലിറ്ററേച്ചറാണ്. അവിടെ എല്ലാ മോഡേൺ പോയം മുഴുവൻ ചെയ്യുന്നു. അതിൻ്റെ 34 ദിവസം എന്ന് പറഞ്ഞാൽ റിവിഷൻ എക്സാം ആണ്. അതിൻ്റെ 40 days നിങ്ങൾക്കറിയാം 100 മാർക്കിൻ്റെ എക്സാംസ് ആണ്. 100 മാർക്കിൻ്റെ എക്സാംസ് ആണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കോഴ്സ് ചേരുന്നില്ലെങ്കിലും ഈ ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റാങ്കിൽ ഉയർന്ന സ്ഥാനം കിട്ടും. നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ പറ്റും, കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും. നോക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ 100, അതായത് 50 ദിവസം നോക്കാൻ 50 days. അതായത് 50 ദിവസം 5ാമത്തെ ടെസ്റ്റാണ് 100 മാർക്കിൻ്റെ. 100 മാർക്കിൻ്റെ ടെസ്റ്റ്. ഇത് ഞാൻ 14, അതായത് മൊഡ്യൂൾസ് ആണുള്ളത്. 14 മൊഡ്യൂൾസിലും ധാരാളം പുസ്തകങ്ങളുണ്ട്. ഒരു വാസ് സിലബസ് ആണ്. ഈ വാസ് സിലബസിലെ എല്ലാ പാഠങ്ങളും കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും അതിൻ്റെ എക്സാംസും ആണ്. നിങ്ങൾക്കറിയാം, ക്ലാസ്സുകൾക്ക് അനവധിയുണ്ട്. നിങ്ങൾക്ക് നിരവധി യൂട്യൂബ് ചാനലുകൾ, ഇന്റർനെറ്റിലൊക്കെ ഇഷ്ടം പോലെ ക്ലാസ്സുകൾ ഉണ്ടാവും. പക്ഷെ പരീക്ഷകൾ ഞങ്ങൾ വളരെ കൃത്യമായി നടത്തും. ഞങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? ഈ പരീക്ഷകളാണ്. നോക്കാം, അടുത്ത് 60 ദിവസം നോക്കും നിങ്ങൾ. 60 days നോക്കാം. മോഡൽ ടെസ്റ്റ് 6, എക്സാം 6 ആണ്, 100 മാർക്സ്. അതേപോലെ തന്നെ 70 ദിവസം 70 days നോക്കുക. 64 ദിവസം വീണ്ടും റിവിഷൻ എക്സാംസ് ഉണ്ട്, എടുത്ത ടോപ്പിക്സിന് മാത്രം. പിന്നീട് 70 ദിവസം എന്ന് പറഞ്ഞാൽ 70 days. 70 ദിവസം 70 day എന്താണ്? മോഡൽ എക്സാം 7 ആണ്. അത് ഓരോ 10 ദിവസവും 100 മാർക്കിന് മോഡൽ എക്സാം. അങ്ങനെ 100 ദിവസം കൊണ്ട് 10 മോഡൽ എക്സാം. 10 മോഡൽ എക്സാം 1000 ക്വസ്റ്റ്യൻസ്. അത് 1000 ക്വസ്റ്റ്യൻസ് MCQs ആസ് വെൽ ആസ് സ്റ്റേറ്റ്മെന്റ് ലെവൽ. PSCയുടെ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് അനുസൃതമായി. അത് എല്ലാ ഭാഗത്തു നിന്നും, അതായത് ജനറൽ പാർട്ടിലുണ്ടാവും, പെഡഗോജിന്റെ ഭാഗത്തുണ്ടാവും, ലിറ്ററേച്ചറിന്റെ ഭാഗത്തുണ്ടാവും, കേരള റിനൈസൻസിന്റെ ഭാഗത്തുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, അത് വളരെ കൃത്യമാണ്. പിന്നെ 80 days നോക്കുക. വീണ്ടും നോക്കുന്നു, 74 ദിവസം ടോപ്പിക് വൈസ് 8 എക്സാംസ് ആണ്. പിന്നെ 80 days. 8ാമത്തെ ദിവസം നോക്കുക, 10 എക്സാം. മോഡൽ എക്സാം 10. മോഡൽ എക്സാം നോക്കണം, 100 മാർക്സിന്റെ 8 മോഡൽ എക്സാംസ്. 84 ഡിവിഷൻ എക്സാം വീണ്ടും വന്നു. പിന്നെ 90 days നോക്കുക. 90 days എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡൽ എക്സാം 9, 100 മാർക്സിന്റെ മോഡൽ എക്സാം. പിന്നെ ലാസ്റ്റ് നോക്കുക നിങ്ങൾ, ഫൈനൽ മോഡൽ എക്സാം 10 മോഡൽ എക്സാംസ്. ഇതാണ് ഞങ്ങളുടെ സ്ട്രാറ്റജി. അതായത് HSST ആസ്പിറൻസിന്, HSST പരീക്ഷ എന്ന് പറഞ്ഞാൽ ഉയർന്ന സാമൂഹികമായ അംഗീകാരമുള്ള, നല്ല ശമ്പളമുള്ള, ഗസറ്റ് തസ്തികയിലുള്ള ഉയർന്ന തലത്തിൽ പ്രൊമോഷൻ കിട്ടിപ്പോകാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ്. ഈ പരീക്ഷ നമ്മുടെ കൺമുമ്പിലാണ്. മെയ് അല്ലെങ്കിൽ ജൂൺ മാസം പരീക്ഷ നിർബന്ധമായി നടന്നിരിക്കും. അപ്പോൾ ആ പരീക്ഷയിൽ വളരെ കോൺഫിഡൻ്റ് ആയി നിങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ, ഒരു 3 മാസം ഇതിനു വേണ്ടി ഡിവോട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരു പരീക്ഷ പാസ്സാവണമെങ്കിൽ ഡിസിപ്ലിൻ വേണം, ഡെഡിക്കേഷൻ വേണം, ഡിലിജൻസ് വേണം. ഡിസിപ്ലിൻ, ഡെഡിക്കേഷൻ ആൻഡ് ഡിലിജൻസ്, 3 Ds വേണം. കഠിനാധ്വാനം ചെയ്യാനുള്ള കഴിവ് വേണം, അതിനുവേണ്ടി അർപ്പണബോധം വേണം, പിന്നെ ഒരു ഡിസിപ്ലിൻ വേണം. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ പിന്നെ മൂന്നാമത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ വേണ്ട രൂപത്തിൽ നിങ്ങളെ ആ വഴിയിലേക്ക് നയിക്കുന്നു. അപ്പം നിങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ സ്ട്രാറ്റജിക് പ്ലാൻ ഫോളോ ചെയ്യുക. ഈ ഓരോ ആഴ്ച കൂടുമ്പോൾ പരീക്ഷ, അടുത്ത വിഷയങ്ങളെക്കുറിച്ച് പരീക്ഷ, റിവിഷൻ ടെക്സ്റ്റ്, ഓരോ ആഴ്ചയിലും റിവിഷൻ ടെസ്റ്റ്, പിന്നെ ഓരോ 10 ദിവസം കൂടുമ്പോൾ ഫുൾ ടെസ്റ്റ്. അങ്ങനെ 10 പരീക്ഷകൾ. ഈ 10 പരീക്ഷകളും ഈ റിവിഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ മേഖലയെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാവും. ഏത് ചോദ്യം വന്നാലും കണ്ണടച്ച് ഉത്തരം ചെയ്യാനുള്ള കോൺഫിഡൻസ് നിങ്ങൾ വർദ്ധിക്കും. ഇത് നിങ്ങൾ പഠിക്കണം വേണം. വി ക്യാൻ ലീഡ് എ ഹോഴ്സ് വാട്ടർ ബട്ട് വി കാൻ മേക്ക് ഇറ്റ് ഡ്രിങ്ക്. ഇതാണ് ലേണിംഗ് ഡിക്റ്റാണ്. കുതിര നമുക്ക് വെള്ളം കാണിച്ചു കൊടുക്കാൻ പറ്റും, കുടിക്കണമെങ്കിൽ കുതിര തന്നെ വിചാരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ വഴിയിലേക്ക്, നിങ്ങൾ ധാരാളം അറിയുന്ന ആളുകളാണ്, നല്ല രീതിയിൽ പരീക്ഷ പാസ്സായ ആൾക്കാരാണ്, നല്ല ജ്ഞാനമുള്ള ആൾക്കാരാണ്. പക്ഷേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണമെങ്കിൽ അതിന് വേറെ രീതിയിൽ തന്നെ പഠിക്കണം. പരീക്ഷയെ തന്നെ അറിഞ്ഞു പഠിക്കണം. അങ്ങനെ പരീക്ഷയെ അറിഞ്ഞു പഠിക്കാനുള്ള ഒരവസരമാണ് പ്രൊഫസ്കൈ ലേണിംഗ് ആപ്പിൻ്റെ ഈ 100 day പ്ലാൻ. അതായത് സ്ട്രാറ്റജിക് വിന്നിംഗ് പ്ലാൻ ഓർ സക്സസ് പ്ലാൻ
ഫോർ HSST ആസ്പിരൻസ്. അതായത് ഈ പരീക്ഷ പാസ്സാകാനുള്ള വളരെ തന്ത്രപരമായ ഒരു വിജയപാതയാണ്. ഇത് റോഡ് ടു സക്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിന് ചേരുന്ന ആളുകൾക്ക് ഞങ്ങൾ ഫെബ്രുവരി 1-ാം തീയതി ഈ ക്ലാസ് ആരംഭിക്കും. ഈ കോഴ്സ് ഫെബ്രുവരി 1-ാം തീയതി ആരംഭിക്കും. ഞങ്ങളെ ആപ്പിലുള്ള ആളുകൾക്ക് ഈ പരീക്ഷ എഴുതാം. ഞങ്ങളെ ആപ്പിലുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ ഞങ്ങളെ ബാച്ചിലുള്ള ആളുകൾക്ക് ഈ 100 മാർക്സിൻ്റെ പരീക്ഷ എഴുതാം. പുതുതായി ചേരുന്ന ആളുകൾക്ക് ഞങ്ങൾ ക്ലാസ്സുകൾ കൊടുക്കും. ഓരോ ദിവസവും ക്ലാസ് കഴിഞ്ഞാൽ പരീക്ഷ ഉണ്ടായിരിക്കും. ആ പരീക്ഷ റിസൾട്ട് അന്നേരം പ്രഖ്യാപിക്കും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും പരീക്ഷ ഉണ്ടാവും. പിന്നെ 10 ദിവസം കൂടുമ്പോൾ ഫുൾ ടെസ്റ്റ്. അപ്പോൾ ഇത് ജനറൽ പാർട്ടിനും ലിറ്ററേച്ചർ പാർട്ടിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് 2 മേഖലയിലും നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു സ്ട്രാറ്റജിക് വിന്നിങ് പ്ലാനാണിത്. ഈ പ്ലാന് നിങ്ങൾ HSST ആസ്പിരൻസ് വളരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ ഈ പ്ലാനിൽ ഈ പ്രവർത്തന പദ്ധതിയിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പരീക്ഷ പാസ്സാകുന്ന ശ്രമങ്ങൾ നടത്താം. ഇതിൻ്റെ ഭാഗമായി ഇതിനോട് താല്പര്യം കാണിക്കുന്ന ആളുകൾ, സഹകരിക്കുന്ന ആളുകൾ, വിജയം അടുത്ത വർഷം HSST ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് 1-ാം തീയതി ആരംഭിക്കുന്ന 2026 ഫെബ്രുവരി മാസം 1-ാം തീയതി ആരംഭിക്കുന്ന ഈ സ്ട്രാറ്റജിക് 100-ഡേ വിന്നിങ് പ്ലാനിൽ, സക്സസ് പ്ലാനിൽ ഭാഗഭാക്കാകുക, പരീക്ഷ എഴുതുക, പഠിക്കുക, ആത്മവിശ്വാസം നേടുക, പരീക്ഷ പാസ്സാകുക. എല്ലാവർക്കും എൻ്റെ വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രൊഫസ്കെയിലിന് വേണ്ടി രാജേന്ദ്ര മാഷ്.